എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിലെ 4th മൊഡ്യൂളാണ്. ഇവിടെ എന്നോട് മൊഡ്യൂൾ 5 എന്ന് കൊടുത്തു പോയിട്ടുണ്ട്. 4th മൊഡ്യൂളാണ് ഇൻഷുറൻസിന്റെ മൊഡ്യൂൾ. 5th മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 4th മൊഡ്യൂൾ, അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു 4th മൊഡ്യൂളും ഇതുപോലെ ചെയ്യുമെന്ന്. നമുക്ക് 4th മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ, ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ ഒരു എനർജി. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണ് ആ രീതിയിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ജോൺ മെഗ്ഗി കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മീനിങ് ചോദിച്ചാലും ഡിഫൈൻ ഇൻഷുറൻസ് എന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതാണ്. ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ വെറിൻ പേഴ്സൺ കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്. അപ്പോൾ ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അതൊരു പരിരക്ഷയാണ്. നമുക്കുണ്ടാകുന്ന ആ ഒരു ലോസിൻ്റെ റിസ്ക് കുറയ്ക്കാനുള്ള, കളക്റ്റീവ്ലി കുറയ്ക്കാനുള്ള ആ ഒരു പ്ലാനിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ മെഗ്ഗിയുടെ ഈ ഒരു ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ വെറിൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്. പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്, ഇതിലെ ഏതെങ്കിലും പാർട്ടീസ് 2 മാർക്കിന് ചോദിക്കും. ഇൻഷുറൻസിൽ 3 പാർട്ടിയാണുള്ളത്: ഇൻഷുർഡും, ഇൻഷുററും, ബെനഫിഷ്യറിയും. ഇപ്പോൾ 3 പാർട്ടിയുടെയും മീനിങ് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഇൻഷുറൻസ് പഠിച്ചു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്ലാൻ ആണ് വേർ എ പേഴ്സൺസ് ആർ കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക്, അല്ലേ? ദെൻ പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൽ 3 പാർട്ടിയാണുള്ളത്: ഇൻഷുർഡ്, ഇൻഷുറർ, ബെനഫിഷ്യറി. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ കവേർഡ് ബൈ ഇൻഷുറൻസ്, അതായത് ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ വ്യക്തിയെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ കവേർഡ് ബൈ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുർഡ്. ഞാൻ ഇൻഷുറൻസ് എടുത്തു, അപ്പം ഞാനൊരു ഇൻഷുർഡ് എന്നാണ് എന്നെ അറിയപ്പെടുക. നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തു, നിങ്ങളുടെ ഇൻഷുർഡ് എന്ന് അറിയപ്പെടും. ദ പേഴ്സൺ ഹു കവേർഡ് ബൈ ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുർഡ്. ആരാണോ ഇൻഷുറൻസിനാൽ കവർ ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹത്തെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുർഡ്, അത് മതി. ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുർഡ്. ആരാണോ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തി, ആ വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ഇൻഷുർഡ് എന്ന് പറയാം. ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി. അടുത്തതാണ് ഇൻഷുറർ. ആരാണ് ഇൻഷുറർ? ദ പേഴ്സൺ ഓർ കമ്പനി പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ് ഈസ് കോൾഡ് ഇൻഷുറർ. ഇൻഷുറൻസ് തരുന്ന കമ്പനി അല്ലെങ്കിൽ പേഴ്സൺ, അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഗിവ് ഇൻഷുറൻസ് പോളിസി. ആരാണോ നമുക്ക് ഇൻഷുറൻസ് പോളിസി ഗിവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെ നമുക്ക് എന്ത് പറയാം? ഇൻഷുറർ എന്ന് പറയാം. അടുത്തതാണ് ബെനഫിഷ്യറി. ദ പേഴ്സൺ ഹു റിസീവ് ദ ഇൻഷുറൻസ് ബെനഫിറ്റ്. ഇൻഷുറൻസിന്റെ ബെനഫിറ്റ് ആർക്കാണോ കിട്ടുന്നത്? ചിലപ്പോൾ ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിച്ചു പോയാൽ അയാൾക്ക് തന്നെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ ആർക്കാണോ ആ ഇൻഷുറൻസിന്റെ ബെനഫിറ്റ് കിട്ടുന്നത്, അവരെയാണ് നമ്മൾ ബെനഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 3 ടേമും പഠിച്ചു കഴിഞ്ഞല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് 3 പേരാണ്: ഇൻഷുർഡ്, ഇൻഷുറർ, ബെനഫിഷ്യറി. ഇൻഷുർഡ്, ഇൻഷുറർ, ബെനഫിഷ്യറി. 3 എന്താണ്? ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ടേക്ക് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിയെ ഇൻഷുർഡ്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഓർ കമ്പനി ഗിവ് ഓർ പ്രൊവൈഡ് ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുറർ. ദെൻ ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു റിസീവ് ബെനഫിറ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് കോൾഡ് ബെനഫിഷ്യറി. അടുത്തതാണ് ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ടൈപ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ചോദിക്കും.
നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിൽ ഓരോന്നും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്, ഈ നോട്ടിൽ ഉൾപ്പെടുത്തിയത് സിമ്പിളായിട്ടാണ്. ഒരേ രീതിയിലാണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ആ രീതിയിൽ പഠിച്ചെടുക്കാം. ആദ്യത്തേതാണ് ഫയർ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ലോസസ് ഓർ ഡാമേജ് ഡ്യൂ ടു ഫയർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസിൻ്റെ ഒരു ടൈപ്പാണ്. ദാറ്റ് കവർ ലോസസ് ഓർ ഡാമേജസ് ഡ്യൂ ടു ഫയർ. തീപിടുത്തം മൂലമുണ്ടാകുന്ന ഡാമേജുകളും നഷ്ടങ്ങളും കവർ ചെയ്യാനുള്ള ഇൻഷുറൻസിൻ്റെ ഒരു ടൈപ്പാണ് ഫയർ ഇൻഷുറൻസ്. പഠിച്ചു കഴിഞ്ഞില്ലേ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ലോസസ് ഓർ ഡാമേജസ് ഡ്യൂ ടു ഫയർ. അടുത്തതാണ് മറൈൻ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ലോസസ് ഓർ ഡാമേജസ് ഡ്യൂറിങ് ദി ട്രാൻസ്പോർട്ടേഷൻ ബൈ സീ. ബോട്ടുകളിലൂടെയോ ഷിപ്പിലൂടെയോ കടലിലൂടെയോ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുണ്ടാകുന്ന ലോസസും ഡാമേജസും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ ടൈപ്പിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെഡിക്കൽ ഓർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്. അപ്പം മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് മാത്രം ഓർത്താൽ മതി. മെഡിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ടൈപ്പിനെയാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്. അടുത്തതാണ് ജനറൽ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് വേരിയസ് ടൈപ്പ് ഓഫ് റിസ്ക് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടൈപ്പ് റിസ്കുകളും കവർ ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ആ ഒരു ഇൻഷുറൻസിനെയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓട്ടോ അല്ലെങ്കിൽ മോട്ടോർ ഇൻഷുറൻസ്, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് എന്നും ചോദിക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ഡാമേജസ് ഓർ ലോസസ് എഗെയിൻസ്റ്റ് വെഹിക്കിൾസ്. വെഹിക്കിൾസിന് ഉണ്ടാകുന്ന ഡാമേജുകളോ അല്ലെങ്കിൽ ലോസസോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിനെയാണ് ഓട്ടോ അല്ലെങ്കിൽ മോട്ടോർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസബിലിറ്റി ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ഇൻകം റീപ്ലേസ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിസബിലിറ്റി. നമ്മൾ എന്തെങ്കിലും ഇഞ്ചേർഡ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഇൻകം റീപ്ലേസ്മെൻറ്റിനെയാണ് ഡിസേബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ലോങ് ടേം കെയർ എക്സ്പെൻസസ്. അതായത് ക്രോണിക് ഇൽനെസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് വർഷമായിട്ട് ബെഡിൽ തന്നെ വയ്യാണ്ട് കിടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹോം ഓണേഴ്സ് അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് വിച്ച് കവർ ലോസസ് ഓർ ഡാമേജ് ഓഫ് എ ഹോം ഓർ പ്രോപ്പർട്ടി ഡ്യൂ ടു ഫയർ, നാച്ചുറൽ ഡിസാസ്റ്റർ, ഫോൾട്ടി പ്ലംബിംഗ് വർക്ക്, ബാഡ് ഇലക്ട്രിക് വർക്ക് എക്സെട്ര. മോശമായ ഇലക്ട്രിക് വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മോശമായ പ്ലംബിംഗ് വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണമോ അല്ലെങ്കിൽ തീപിടുത്തം മൂലമോ ഒക്കെ തന്നെ ഒരു വീട് നഷ്ടപ്പെടുകയാണെങ്കിൽ, അതിനെതിരെ നശിച്ചു പോവുകയാണെങ്കിൽ അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹോം ഓണേഴ്സ് അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മിസലേനിയസ് അല്ലെങ്കിൽ ലാബിലിറ്റി ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ലീഗൽ ലാബിലിറ്റീസ്. ലീഗൽ ലാബിലിറ്റീസിന് എതിരെ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് മിസലേനിയസ് അല്ലെങ്കിൽ ലാബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ഡാമേജ് ഓർ ലോസ് ടു പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജോ ലോസോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അടുത്തതാണ് ഹൾ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ഡാമേജ് ഓർ ലോസ് ടു ഷിപ്പ്, ബോട്ട് ഓർ അതർ വെസൽസ്. ഇപ്പോൾ കടലിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുന്ന ഷിപ്പ്, ബോട്ട്, വെസൽസ്
അതിലെല്ലാം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ ഡാമേജുകൾക്കോ എതിരെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ്. അടുത്തതാണ് ബർഗ്ലറി ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ഡാമേജ് ഓർ ലോസസ് ഡ്യൂ ടു തെഫ്റ്റ് ഓർ ബർഗ്ലറി. അതായത് തെഫ്റ്റ്, ഏതെങ്കിലും നമ്മുടെ മോഷണത്തിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ബർഗ്ലറി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ തെഫ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് ട്രാവൽ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ഡാമേജസ് ഓർ ലോസസ് ഡ്യൂറിങ് ട്രിപ്പ്. നമ്മൾ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡാമേജസിനോ എതിരെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ട്രാവൽ ഇൻഷുറൻസ്. അടുത്തതാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ബിസിനസ് എഗെയിൻസ്റ്റ് വാരിയസ് റിസ്ക്. ബിസിനസ്മാൻമാർ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. അടുത്തത് സോഷ്യൽ ഇൻഷുറൻസ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് സ്പോൺസേഡ് ഇൻഷുറൻസ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വലിനും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്പോൺസേഡ് ഇൻഷുറൻസിനെയാണ് സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇൻഷുറൻസിന്റെ ടൈപ്പ്. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതിലെ ഒരു 10 എണ്ണം എടുത്ത് എഴുതുക. 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മുഴുവനും എഴുതുക. ഇനി നമുക്ക് ഇതിൽ തന്നെ മെറൈൻ ഇൻഷുറൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. മെറൈൻ ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് മെറൈൻ ഇൻഷുറൻസ് പഠിക്കാം. അപ്പോൾ മെറൈൻ ഇൻഷുറൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ലോസസ് ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ബൈ സീ. കടൽ മാർഗം ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലോസസോ ഡാമേജസോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് മെറൈൻ ഇൻഷുറൻസ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് കവർ ഡാമേജസ് ടു ഷിപ്പ്. ഷിപ്പുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് കവർ ചെയ്യും. ഇറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ മെറൈൻ റിസ്ക്. കടൽ മാർഗം നമ്മൾ ഒരു ചരക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ അതിന് എതിരെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. അതിനെന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് മെറൈൻ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇതൊരു നഷ്ടോത്തരവാദിത്ത കോൺട്രാക്റ്റ് ആണ്. അതായത് കടൽ മാർഗം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രോപ്പർട്ടീസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഇൻഡെംനിഫൈ ചെയ്യും, അത് നികത്തിത്തരും. ഇറ്റ് കവർ നാച്ചുറൽ ഡിസാസ്റ്റർ. പ്രകൃതി ദുരന്തങ്ങളെയും ഇത് കവർ ചെയ്യും. അതുപോലെ ഇറ്റ് കവർ ലോസ് അഗെയിൻസ്റ്റ് തെഫ്റ്റ് ഇൻ ഷിപ്പ്. അതുപോലെ ഷിപ്പ് റാഞ്ചി കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഷിപ്പിൽ മോഷണമൊക്കെ ഉണ്ടാവും, അതിനെതിരെയും എന്തുണ്ട്? മെറൈൻ ഇൻഷുറൻസ് നടക്കും. അതാണ് മെറൈൻ ഇൻഷുറൻസ്. അപ്പം മെറൈൻ ഇൻഷുറൻസ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇനി മെറൈൻ ഇൻഷുറൻസിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഈ പോയിന്റ് തന്നെ എഴുതിയാൽ മതി. ഇത് തന്നെയാണ് ആൻസർ. എന്തൊക്കെയാണ്? ഇറ്റ് കവർ ഡാമേജസ് ടു ഷിപ്പ്. ഇറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ മെറൈൻ റിസ്ക്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇറ്റ് കവേഴ്സ് നാച്ചുറൽ ഡിസാസ്റ്റർ. ഇറ്റ് കവേഴ്സ് ലോസസ് എഗെയിൻസ്റ്റ് തെഫ്റ്റ് ഇൻ ഷിപ്പ്. അടുത്തതാണ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവർ ലോസസ് ഓർ ഡാമേജസ് ഡ്യൂ ടു ഫയർ. തീപിടുത്തം മൂലം അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായിട്ട് നമുക്ക് ഡാമേജുകളോ നഷ്ടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെയുള്ള ഇൻഷുറൻസിനെയാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഫയർ ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് കവർ ഫയർ റിലേറ്റഡ് ടു ലോസസ്. ഫയർ സംബന്ധമായിട്ട് തീപിടുത്തം കാരണം ഉണ്ടാകുന്ന ലോസസ് ആണ് ഇത് കവർ ചെയ്യുന്നത്. ഇറ്റ് കവർ ഡാമേജസ് ടു പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസിന് ഡാമേജ് ഉണ്ടായാൽ അത് കവർ ചെയ്യും. ഇറ്റ് കവർ ലോസസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് അസറ്റ്സ്. അസറ്റിനും സ്റ്റോക്കിനും ഒക്കെ ലോസസ് ഉണ്ടായാൽ അത് കവർ ചെയ്യും. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. അതൊരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഷോർട്ട് പീരീഡ്. ഒരു ചെറിയ കാലയളവിലേക്കാണ് അത് എടുക്കുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ഒരു പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഇൻഷുറൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് 10 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചതാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വൺ ഓഫ് ദി വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തത്.
10 മാർക്കിൻ്റെ എസ് ആണെങ്കിൽ ഓരോ പോയിന്റിനും നിങ്ങളേതായ രീതിയിൽ ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം. പോയിന്റ് മാത്രം ഇത്രയും ഒരു 10-15 പോയിന്റ് എഴുതിയാൽ 5 മാർക്കേ കിട്ടും. എക്സ്പ്ലനേഷൻ വേണം, 5 കിട്ടില്ല, ചിലപ്പോൾ 3 ആയിരിക്കും. ഷെയറിംഗ് ഓഫ് റിസ്ക്, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. ആദ്യത്തെ 5 പോയിന്റ് നോക്ക്, റിസ്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 5 എണ്ണം സെറ്റ് ആക്കുക. ഷെയറിംഗ് ഓഫ് റിസ്ക്, ഇവാലുവേഷൻ ഓഫ് റിസ്ക്, ട്രാൻസ്ഫർ ഓഫ് റിസ്ക്, സ്പ്രെഡിങ് ഓഫ് റിസ്ക്, പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക്. അപ്പോൾ ആ 5 എണ്ണം പഠിച്ചല്ലോ. റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇൻഷുറൻസിലൂടെ, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഇൻഷുറൻസിലൂടെ, റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇൻഷുറൻസിലൂടെ, റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇൻഷുറൻസിലൂടെ, റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ 5 ഫീച്ചേഴ്സ്. ഷെയറിംഗ് ഓഫ് റിസ്ക്, ഇവാലുവേഷൻ ഓഫ് റിസ്ക്, ട്രാൻസ്ഫർ ഓഫ് റിസ്ക്, സ്പ്രെഡിംഗ് ഓഫ് റിസ്ക്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്ക്. അടുത്തതാണ് കോഓപ്പറേറ്റീവ് ഡിവൈസ്. ഇൻഷുറൻസ് ഒരു കോഓപ്പറേറ്റീവ് ഡിവൈസ് ആണ്. ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺ, ഒരുപാട് ഇൻഷുറൻസ് എടുത്ത വ്യക്തികളുണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. ഇൻഷുറൻസ് ഈസ് നോട്ട് എ ചാരിറ്റി. ഇൻഷുറൻസ് ഒരു ചാരിറ്റി പ്രവർത്തനമല്ല. ഇൻഷുറൻസിൽ ലാഭമുണ്ടാക്കാനുള്ള സംഭവം തന്നെയാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സംഭവം തന്നെയാണ്. ഇൻഷുറൻസ് ഒരു ചാരിറ്റി അല്ല. ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. ഇൻഷുറൻസ് ഒരു ചൂതാട്ടമല്ല, അതായത് പൈസ വെച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊന്നുമല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്, അല്ലേ? അതിന് നിയമത്തിൻ്റെ പരിരക്ഷയും കാര്യങ്ങളും ഉണ്ട്. ഗാംബ്ലിങ്ങിന് അതില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഫീച്ചർ ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ കൂടെ പിന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റിയ 2 പോയിന്റ് ആണ്. ഇൻഷുറൻസ് ഈസ് നോട്ട് ചാരിറ്റി, ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. എ കോൺട്രാക്ട്. ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റ് ആണ്. ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ, ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ്. സോഷ്യൽ ഡിവൈസ്. ഇൻഷുറൻസ് ഒരു കോഓപ്പറേറ്റീവ് ഡിവൈസുമാണ്, ഒരു സോഷ്യൽ ഡിവൈസുമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെർട്ടൈൻ പ്രിൻസിപ്പിൾസ്. ഇൻഷുറൻസിന് ചില ബേസിക് ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ്. റെഗുലേഷൻ അണ്ടർ ദ ലോ. ഇൻഷുറൻസിന് നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഓർത്താൽ മതി. ഇപ്പം ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഷെയറിംഗ് ഓഫ് റിസ്ക്, റിസ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് റിസ്ക്, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് റിസ്ക്, റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാം. സ്പ്രെഡിംഗ് ഓഫ് റിസ്ക്, റിസ്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോഓപ്പറേറ്റീവ് ഡിവൈസ് ആണ്. ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺ, ഒരുപാട് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്. ദെൻ ഇൻഷുറൻസ് ഈസ് നോട്ട് ചാരിറ്റി. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല, അതൊരു ലാഭം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ്. ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. ഇൻഷുറൻസ് ഒരു ചൂതാട്ടമല്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു സോഷ്യൽ ഡിവൈസ് ആണ്. അതുപോലെ ഇൻഷുറൻസിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിന് ചില നിയമങ്ങളുണ്ട്. ദെൻ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, കുറച്ച് പോയിന്റ്സും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ്. ഇതും പ്രീവിയസ് ഇയറിൽ എസ്സേ ചോദിച്ചതാണ്. ഒന്ന് പ്രൈമറി ഫങ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫങ്ഷനും അതർ ഫങ്ഷനും ഉണ്ട്. ഇപ്പോൾ എസ്സേ ടോപ്പിക്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ജസ്റ്റ് കേട്ടാൽ മതി. പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫർ, റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിസ്ക് പൂളിംഗ്, റിസ്ക് പൂൾ ചെയ്യും, അത് കളക്ട് ചെയ്യാൻ പറ്റും. റിസ്ക് ഇവാലുവേഷൻ, റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. പീസ് ഓഫ് മൈൻഡ്. നമുക്ക് വേണമെങ്കിൽ ഈ പീസ് ഓഫ് മൈൻഡ് ഇൻഷുറൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാം കേട്ടോ. അപ്പം ഇത്രയുമാണ് ഇൻഷുറൻസിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഷുറൻസിൻ്റെ സെക്കൻഡറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രിവെൻറ്റിംഗ് ലോസസ്, നഷ്ടം തടയുന്നു. പ്രൊവൈഡ്സ് ക്യാപിറ്റൽ, ക്യാപിറ്റല്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്, ഇതൊരു സോഷ്യൽ ബെനിഫിറ്റ് ആണ്. കവറിങ് ലാർജ് റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ, ചെറിയൊരു ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട്, അല്ലേ, ചെറിയൊരു പൈസ ഇറക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലാർജർ റിസ്ക് കവർ ചെയ്യാം. അതുപോലെ തന്നെ അതർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ, അതുപോലെ റിസ്ക് ഫ്രീ ട്രേഡ്, എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഇൻഷുറൻസിൻ്റെ അഡ്വാൻറ്റേജ്, ബെനഫിറ്റ്, റോൾ, ഇമ്പോർട്ടൻസ്, നീഡ്, പർപ്പസ്, ഇതൊക്കെ ചോദിച്ചാലുള്ള പോയിന്റ്സ് ആണ്. റിഡക്ഷൻ ഓഫ് റിസ്ക്, നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഫീച്ചേഴ്സ് തന്നെ കേട്ടോ, ഇത് പ്രത്യേകം പഠിക്കേണ്ട ഫീച്ചർ തന്നെയാണ്.
ഇനി ഇൻഷുറൻസിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ്, ടു മെനി ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടേംസുകളും കണ്ടീഷൻസുകളും ഉണ്ടായിരിക്കും. ഫ്രോഡ് ഏജൻസി, ഒരുപാട് തട്ടിപ്പുകൾ ഏജൻസികളുണ്ട്. ലിമിറ്റഡ് ഓഫർ, അവർ പുതിയ പുതിയ പേരിട്ട് പല ഓഫർ ഉണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞാലും അതെല്ലാം തന്നെ പഴയ കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അങ്ങനെ പറയാറുണ്ട്, ആ രീതിയാണ് സംഭവം. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്, പലപ്പോഴും ഇൻഷുറൻസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കുറവാണ്. അഡീഷണൽ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് ലീഗൽ പ്രൊസീജിയേഴ്സ്, ഒരുപാട് നിയമപരമായ തടസ്സങ്ങളും പ്രൊസീജിയേഴ്സും ഉണ്ട്. ലേറ്റർ ഡാമേജ് കോമ്പൻസേഷൻ, പലപ്പോഴും നമുക്കൊരു ഡാമേജോ ലോസോ സംഭവിച്ചാൽ ഒരുപാട് സമയമെടുത്ത് അല്ലെങ്കിൽ വർഷമെടുത്ത് അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തുകൊണ്ടാണ് അതിൻ്റെ കോമ്പൻസേഷൻ നമുക്ക് കിട്ടുക. ഇതൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് ടു മെനി ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഫ്രോഡ് ഏജൻസികളുണ്ട് ഒരുപാട്. ലിമിറ്റഡ് ഓഫറേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിൻ്റെ അപര്യാപ്തതയുണ്ട്. അഡീഷണൽ ഫീസ് ചാർജ് ചെയ്യുന്നു. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ പ്രൊസീജിയർ, ലേറ്റർ ഡാമേജ് കോമ്പൻസേഷൻ. നെക്സ്റ്റ്, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പൾസ് ആണ്. ബേസിക് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഷുറൻസ്. കഴിഞ്ഞ 4 വർഷമായി നമ്മൾ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസ് എ ആയിട്ട്, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വർഷം എസ് എ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. എസ് എ ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിലെ ചില പ്രിൻസിപ്പൾ 5 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇൻഷുറൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പൾസ് ആണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡംനിറ്റി, സബ്രൊക്കേഷൻ, കോസ പ്രോക്സിമ, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ദ ഇൻട്രസ്റ്റ് ഓൺ ദി സബ്ജക്ട് മാറ്റർ. ഇപ്പം എനിക്കൊരു ഹോം ഇൻഷുറൻസ് എടുക്കണം. അപ്പം എൻ്റെ വീടിൻ്റെ മുകളിൽ എനിക്കതിനെന്തെങ്കിലും നഷ്ടമുണ്ടായാലോ എന്ന് വിചാരിച്ച് അതിലെനി ഇൻഷുറൻസ് എടുക്കാനുള്ള താല്പര്യം, ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് there must be utmost good faith and mutual confidence between insured and insurer. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ പരമമായ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. ഇൻഡംനിറ്റി, എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഷുറൻസും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയാണ്. അതായത് നമ്മുടെ നഷ്ടം നികത്തി തരും. ലൈഫ് ഇൻഷുറൻസിന് സാധിക്കില്ല. കാരണം ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ, മരിച്ചു പോയാൽ അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ്, സബ്രൊക്കേഷൻ. സബ്രൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഹു ഹാസ് ഇൻഡംനിഫൈഡ് ദ ഇൻഷുർ ഇൻ റെസ്പെക്ട് ഓഫ് ലോസ്. ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി. സബ്രൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ആൻഡ് റെമഡീസ് ട്രാൻസ്ഫർ ടു ദ ഇൻഷുർഡ്. ഇൻഷുർഡിന് റൈറ്റ്സും റെമഡീസും ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് സബ്രൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോസ പ്രോക്സിമ. കോസ പ്രോക്സിമ മീൻസ് നിയറസ്റ്റ്, മോസ്റ്റ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് കോസ് എന്നാണ് പറയുന്നത്. മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് ടു മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സിവിയറിറ്റി ഓഫ് ലോസ്. നഷ്ടം നികത്തണം ഉള്ള ശ്രമം നടത്തണം. ഉദാഹരണത്തിന് ഒരു ഗോഡൗണിന് തീ പിടിച്ചു. ആ ഗോഡൗണിൻ്റെ ഉടമസ്ഥൻ അവിടെ കൈകെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് നഷ്ടം നികത്തി തരുമല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു തീ പിടിച്ചാൽ ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. ഫയർ സ്റ്റേഷനെ അറിയിക്കണം, അടുത്ത് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടില്ല? അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സിവിയറിറ്റി ഓഫ് ലോസ്. നമുക്കൊരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ, തീവ്രത കുറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം. അത് ഇൻഷുറൻസ് കമ്പനിക്ക് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ കൊടുക്കുകയുള്ളൂ. അടുത്തത് കോൺട്രിബ്യൂഷൻ. മൾട്ടിപ്പിൾ ഇൻഷുറൻസ് ഷെയർ ക്ലെയിം കോസ്റ്റ് പ്രൊപ്പോർഷണലി.
ഒരേ സബ്ജക്റ്റ് മാറ്ററിന് രണ്ടിലധികം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു, ഞാൻ 2 സ്ഥലത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാളും 1 ലക്ഷം വെച്ച് തരില്ല, രണ്ടാളും അതിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും തരിക. ഓക്കെ, ഇതാണ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. അടുത്തതാണ് റോൾ ഓഫ് ഇൻഷുറൻസ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇൻഷുറൻസ് നിർവഹിക്കുന്ന റോൾ എന്തൊക്കെയാണ്? എസ് എ ചോദിച്ചാൽ ഈ പോയിന്റ്സ് വെച്ചുകൊണ്ട് ഒരു എസ് എ ആക്കി എഴുതുക. റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് ഗ്രോത്ത്, സോഷ്യൽ സെക്യൂരിറ്റി, എൻകറേജ് സേവിങ്സ്, എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, സപ്പോർട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്, MSME, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, GDP ഗ്രോത്ത്, പെൻഷൻ പ്ലാൻ, റിട്ടയർമെൻറ്റ് പ്ലാൻ, ഇതൊക്കെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് റീ ഇൻഷുറൻസും ഡബിൾ ഇൻഷുറൻസും. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷൂറിങ് ദെയർ ഓൺ റിസ്ക് വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി. ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ റിസ്ക് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ അവരുടെ റിസ്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഷെയർ ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ചോദിക്കാൻ സാധ്യതയുണ്ട് 2 മാർക്കിന്. വാട്ട് ഈസ് റീ ഇൻഷുറൻസ് എന്ന്. റീ ഇൻഷുറൻസ് മീൻസ് ഇൻഷുറൻസ് കമ്പനി ഇൻഷൂറിങ് ദെയർ ഓൺ റിസ്ക് വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി. ഇപ്പം എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി അവരുടെ ആ ഒരു ഇൻഷുറൻസിൻ്റെ റിസ്ക് മറ്റൊരു കമ്പനിയിൽ ഇൻഷുർ ചെയ്യുന്നതാണ് റീ ഇൻഷുറൻസ്. ഇനി ഡബിൾ ഇൻഷുറൻസ്. ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് ടേക്ക് 2 or more ഇൻഷുറൻസ് പോളിസി ഫോർ ദ സെയിം സബ്ജക്റ്റ് മാറ്റർ. ഒരേ സബ്ജക്റ്റ് മാറ്ററിൻ്റെ മുകളിൽ ഒരു വ്യക്തി ഒന്നിലധികം ഇൻഷുറൻസ് എടുക്കുന്നതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കാറുണ്ട്, ആ കാറ് ഞാൻ 2 ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുകയാണ്, അതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഷുറൻസ് പ്രീമിയം. The amount paid to maintain insurance coverage is called insurance premium. ഇൻഷുറൻസ് കവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ടിനെയാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തതാണ് ടേം പോളിസി. ഇൻഷുറൻസ് കവറേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേമിലേക്കോ പീരീഡിലേക്കോ ഉള്ള ആ ഒരു കവറേജിനെയാണ് ടേം പോളിസി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.